നമ്മൾ ഇങ്ങനെ എത്തുന്നോ എവിടെ എത്തുന്നോ നമുക്കറിയില്ലല്ലോ. പടച്ചോൻ്റെ ഒരു അനുഗ്രഹം, പിന്നെ നമ്മളെ ബുള്ളറ്റുമാനക്കാരൻ്റെ ബോസിൻ്റെ ഇടപെടലും എല്ലാവരുടെ ഇടപെടലും സപ്പോർട്ടുമ്മലും ഒക്കെ നമ്മളെത്തിക്കണം. ജീവിതത്തിൽ എന്താണ് ആഗ്രഹം? ഇനി പ്രത്യേകിച്ചൊരാഗ്രഹങ്ങളൊന്നുമില്ല. അങ്ങനെ പല ആഗ്രഹം നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരു മക്ക കാണാൻ ഒറ്റൊരാഗ്രഹം, അത് നമുക്ക് എങ്ങനെയെങ്കിലും പടച്ചോനെ സഹിപ്പിച്ച് തരട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. പ്രതീക്ഷിക്കാത്ത കൃത്യ ആഗ്രഹങ്ങളാണ്. വേറെ ആരോ പറയുന്നുണ്ട് പുതിയ കല്യാണമൊക്കെ കുറിച്ച്, ശരിയാണ്? പുതിയ കല്യാണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഉണ്ട്, പക്ഷെ അതിന് അസുഖമായത് കൊണ്ട് ഭർത്താവ് ആദ്യം പറഞ്ഞെന്താ വെച്ചാൽ ഈ വേറെ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ പറഞ്ഞിട്ട് മാറും, ക്യാൻസർ ആണ് മാറും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അത് പറഞ്ഞത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഓരോരുത്തരും ഓരോരോ കാഴ്ചപ്പാടില്ല, നമുക്ക് ഓരോരോ മോഹങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പം അത് മാറി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ആ പ്രതീക്ഷയിൽ കാത്തിരിക്കുക. ഇൻഷാ അല്ലാഹ് വരട്ടെ. അപ്പോൾ 2 കൈയും കെട്ടി സ്വീകരിക്കാം. അത്രേ ഉള്ളൂ. നല്ല മനസ്സാട്ടെ, കാണുന്ന പോലെ ഒന്നുമല്ല. ഞാൻ ആദ്യം വീഡിയോ കണ്ടപ്പോൾ തെറ്റി, നിങ്ങൾ നല്ല സ്ട്രോങ് ആണ് വിചാരിച്ചു. പക്ഷെ വളരെ സിമ്പിളാണ്. സംസാരം കേട്ട ചാടേനായിരുന്നു. അയ്യോടാ ചാടൊക്കെ ഉണ്ട്, എനിക്ക് ചാടല എന്താ പോലും അറിയില്ല. സെലുത്താത്ത വളരെ സിമ്പിളാണ്. അതെ അതെ, അതെല്ലാവർക്കും തോന്നി ഞാൻ ചാട പോലെയാണോ, കാണുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആകുമോ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ അടുത്തറിയുമ്പോഴാണ് നമ്മളെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അതെല്ലാരും മനസ്സിലാക്കി. വെള്ളം കുടിച്ചു, നിങ്ങൾ കുടിച്ചോ? ഞാൻ എഡിറ്റ് ചെയ്യാറില്ല, അതാണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം. എഡിറ്ററൊക്കെ ഉണ്ട് നമ്മളെ ഷമീർ ഷാൻ. പക്ഷെ നമ്മളിപ്പോ അതൊക്കെ നമ്മളെ കൂടെ ഒരു കട്ട ഫാൻസ്, എഡിറ്ററായിട്ട് വെച്ചതൊന്നുമല്ല കേട്ടോ. നമ്മളൊരു കുഞ്ഞാങ്ങളെ പോലെ വന്നതാണ്. നമ്മൾ നിങ്ങളൊക്കെ വന്ന പോലെ തന്നെ അവനും ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരു ഇന്റർവ്യൂ ആയിട്ട് വന്നതാണ്. അപ്പോൾ അത് നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു ഷമീർ ഷാനും. അപ്പോൾ ഷമീർ ഷാനും നമ്മളെ ഇതുവരെ യൂട്യൂബ് ചാനലിന്റെ സകല കാര്യങ്ങളും ഷമീർ ഷാനുമാണ് അറ്റൻഡ് ചെയ്തതും ഹാൻഡിൽ ചെയ്തതൊക്കെ. ഷമീർ ഷാനുമാണ് ഷമീർ ഷാൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഇതൊക്കെ വന്നത്. ക്യാഷിന്റെ കാര്യമൊന്നും ഭർത്താവിനെ സ്നേഹിച്ച കാര്യം സ്നേഹിച്ചാൽ മതി ഇപ്പത്തെ വരുമ്പോൾ. പക്ഷെ അങ്ങനെയൊക്കെ ഞാനിപ്പോ എന്റെ സന്ദർഭം അങ്ങനെ ആയി പോയി. ഒരുപാട് പ്രപ്പോസലൊക്കെ വരുന്നില്ലേ ഇപ്പോ? അങ്ങനൊന്നുമില്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലാത്ത കാര്യം അങ്ങനെ പ്രപ്പോസ് ചെയ്യുക, അതൊക്കെ ഓരോ തമാശക്ക് ഓരോന്ന് പ്രശ്നം പറയാന്ന് മാത്രം. അപ്പൊ നമ്മൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു വിവാഹം ഉണ്ടായതുകൊണ്ട്, ജീവിതം ഉണ്ടായതുകൊണ്ട് മറ്റൊരു ചെയ്യില്ലല്ലോ, അത് തെറ്റല്ലേ? അത് ഞാൻ മനസ്സിലാക്കണ്ടേ? തെറ്റാണ് ഇപ്പത്തെ തലമുറ. ജിനേഷ് നിങ്ങളോട് പറയുന്നിട്ടാ, വേറെ ലൈനൊന്നും വേണ്ട. അപ്പോൾ വലിയ സന്തോഷം കേട്ടാ, നിങ്ങളോട് വെച്ച് കാണാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. കണ്ടില്ല, വലിയ സന്തോഷം. പിന്നെ നിങ്ങൾ ഈ നിലയിലെത്തിച്ച ബുള്ളറ്റ് മാൻ എന്ന് പറയുന്നത് ശരിയാ. അപ്പൊ നമ്മളറിയപ്പെടുന്ന ഒരാളാണ്. പിന്നെ അത് വന്നിട്ട് പിന്നെ ഒന്നും കൂടെ വരലായി. അറിയുന്ന ഒരാളായി മാറിയത് പടച്ചോന്റെ കഴിവായിട്ട്. പിന്നെ എല്ലാരും സപ്പോർട്ട്, അനുഗ്രഹം, സ്നേഹവും എല്ലാവരും ഞങ്ങളെ കൂടെ ഉണ്ടാവണം. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാ യൂട്യൂബേഴ്സും നമ്മളെ കൂടെ എല്ലാവർക്കും നല്ലതേ വരണം, നല്ല ഉയർന്നല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മീറ്റപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെലുത്താത്തനെ നമ്മൾ വിചാരിക്കണ പോലെയൊന്നുമല്ല, ഭയങ്കര സിമ്പിളാണ്. ഒരു ജാടയോ ഒന്നുമില്ല. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് സംസാരിക്കാം. വളരെ സിമ്പിളാണ് ആൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.